എബ്രഹാം ഓസ്ലർ, ഡയറക്റ്റഡ് ബൈ മിഥുൻ മാനുവൽ തോമസ്. അപ്പോൾ നമ്മൾ മിഥുൻ മാനുവൽ തോമസിൻ്റെ പടങ്ങളൊക്കെ കണ്ടിട്ടുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ സിനിമയിൽ നമുക്ക് കുറച്ചുകൂടെ സ്ലോ പേസിൽ കൈയടക്കത്തോടു കൂടി പടത്തിന് എന്താണോ വേണ്ടത് ആ രീതിയിൽ പടം മുമ്പോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പം നമ്മൾ കൂടുതൽ നമ്മൾ കുറേ സർപ്രൈസൊക്കെ ഉണ്ടെന്നൊക്കെ നമുക്ക് ഇതിൻ്റെ ടീം ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞ് ഇതാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച സർപ്രൈസ് അതിനകത്തുണ്ട്. അതിലോട്ട് പിന്നെ വരാം. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഒരു ഇതല്ല. നമുക്ക് ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ 5-ാം പാതിര ടൈപ്പ് നമുക്ക് കൊലപാതകങ്ങൾ നടക്കുന്നു, ആരാണ് എന്താണെന്ന് നമ്മളിങ്ങനെ തേടി പറക്കി നടക്കുന്നു, അതാണ്. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് നമുക്ക് ഇതായിട്ട് പോകണ്ട, അതിൻ്റെ കൂടുതൽ സിനിമയിലെ കഥയും ഇതൊന്നും നോക്കി പോകണ്ട. സെക്കൻഡ് ഹാഫ് വരുമ്പോഴത്തേക്ക് കുറച്ച് സ്ലോ പേസാണ്, ക്ലൈമാക്സ് കൊള്ളാം. അങ്ങനെ നല്ലൊരു പടമാണ് നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത്. മിഥുൻ മാനുവൽ തോമസിൻ്റെ ഒരു പുള്ളി പറഞ്ഞതുപോലെ തന്നെ ഒരു ഡ്രാമ, ക്രൈം ഡ്രാമ അല്ലെങ്കിൽ മെഡിക്കൽ ത്രില്ലർ എന്ന് പറയാൻ പറ്റുന്ന ഒരു 100% അതിനോട് യോജിച്ച് നിൽക്കുന്ന ഒരു സിനിമയാണ്. കണ്ടാൽ ആർക്കും പൈസ നഷ്ടം വരില്ല. ഉറപ്പായി നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി ഒരു മികച്ച അനുഭവം അനുഭവിക്കാനുള്ളൊരു സിനിമയായിരിക്കും. പിന്നെ എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ സർപ്രൈസ് ഫാക്ടിനെ കുറിച്ചാണ്. സർപ്രൈസ് ഫാക്ട് എന്ന് പറയുമ്പോഴത്തേക്കും മമ്മൂട്ടി ഇതിലുണ്ട് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. 100% പേർക്കും മമ്മൂട്ടി ഈ സിനിമയിലുണ്ട് എന്നുള്ള കാര്യം അറിയാം. അപ്പോൾ അതുകൊണ്ട് സർപ്രൈസ് ഒന്നുമില്ല. പക്ഷേ മമ്മൂട്ടിയുണ്ട്. ക്യാരക്ടർ വൺ ക്യാരക്ടറാണ്. എന്ന് വെച്ചാൽ മമ്മൂട്ടിക്ക് ചെയ്യാനുള്ള ക്യാരക്ടർ ഇല്ല എന്ന് എല്ലാവരും പറയും. പക്ഷേ മമ്മൂട്ടിക്ക് ചെയ്യാനുള്ള ക്യാരക്ടർ അതിനകത്തുണ്ട്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂട്ടിയുടെ ആ ചെറിയ ഭാവങ്ങളൊക്കെ അതിനകത്തുണ്ട്. നമുക്ക് ഒരുവിധം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും മമ്മൂട്ടി എന്ന് പറയുന്ന ക്യാരക്ടർ. അതേപോലെ മമ്മൂട്ടിയുടെ പഴയ കാലം ചെയ്ത ആ വ്യക്തി, അത് ഏകദേശം നമുക്ക് മമ്മൂട്ടിയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. മമ്മൂട്ടിയായിട്ടൊരു സാദൃശ്യം വരുന്നൊരു ടൈപ്പുള്ള വ്യക്തിയാണ്. പക്ഷേ നമുക്ക് ഈ പടം ഒരിക്കലും നിങ്ങളത് കാണാതിരിക്കരുത്. സൂപ്പർ പടമാണ്. നമുക്ക് ജയറാമിൻ്റെ തിരിച്ചു വരുന്നത് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ജയറാമിന് ഫസ്റ്റ് ഹാഫ് മൊത്തം സ്ക്രീൻ സ്പേസ് ഉണ്ട്. പക്ഷേ സെക്കൻഡ് ഹാഫിൽ വരുമ്പോഴത്തേക്കും മമ്മൂട്ടി അത് കുറച്ച് വലിച്ചെടുക്കുന്നുണ്ട്. കാരണം മമ്മൂട്ടിയാണ് ഹീറോ എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നമുക്ക് സെക്കൻഡ് ഹാഫിലോട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പം സിനിമ എല്ലാവരും കാണണം. ഇത് കുറച്ച് സ്പോയിലറൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്ന ഒരു മികച്ച ഒരു ക്രൈം ഡ്രാമ തന്നെയാണ് നമുക്കിന്ന് എബ്രഹാം ഓസ്ലറിലൂടെ മിഥുൻ മാനുവൽ തോമസ് സമ്മാനിച്ചത്. അപ്പം നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല, വലിയ എഡിറ്റിംഗ് ഒന്നും ഇല്ലാതെ ഇടുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെ.